പൊതു പണിമുടക്കായതുകൊണ്ട് തന്നെ ടീംസ് എല്ലാം നേരത്തെ എത്തി. ഇനിയിപ്പോ ഇവിടെ നിന്ന് എവിടെ പോണോന്നുള്ള തീരുമാനമാണ്. അപ്പോഴത്തേക്കും ഇതേ അജു അവിയും കൂടെ ഞങ്ങള് തീരുമാനിച്ചില്ല. വരുന്നോ? കേറി ജീപ്പ് ഉണ്ട്. ചായ കുടിക്കാൻ വേണ്ടി പോവാ. അവര് കമ്പത്തിന് പോവാന്ന് പറഞ്ഞു. നമ്മുടെ ആശിക്ക് ഇതേ വെള്ളവുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ വണ്ടി എടുത്തു. എങ്ങോട്ടാണോ എന്തോ. വളരെ മോശം 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 എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. അവൻ വരണോന്ന് നിന്നെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവൻ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയാം ഉമ്മേന്ന് ഒറ്റ കൊടുക്കണ്ടേ നമ്മുടെ മോന്നേക്കിട്ട്. എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഇക്കാമോൻ നൈസായിട്ട് മുങ്ങി. ആ കലിപ്പാണ് എല്ലാവർക്കും. ഞങ്ങൾ എന്തായാലും മുണ്ടക്കയത്ത് നിന്ന് നേരെ ഇടുക്കിയിലോട്ട് കയറാൻ ഓർത്തു. ഈ പ്രാവശ്യം എന്തായാലും ആർക്കും ഓഫ് റോഡ് പോകാൻ വലിയ താല്പര്യമില്ല. എന്നാ പിന്നെ നേരെ തന്നെ പോട്ടേന്ന് വെച്ചു. കുട്ടിക്കാനെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആലോചിക്കാന്ന് വെച്ചു. നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ട്രിപ്പ് പോയി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കിടന്നുറങ്ങുന്ന എന്നാ പിന്നെ വീട്ടിൽ കിടന്ന് ഉറക്കാൻ പോകുന്നത്. അങ്ങനെ കുട്ടിക്കാനും എത്തി. പണിമുടക്കായിട്ട് ഇതുവരെ നമ്മളെ ആരും കൈ കാണിച്ച് തടഞ്ഞു നിർത്തുകയൊന്നും ചെയ്തില്ല. ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ എന്താവോ എന്തോ. എന്തായാലും പറഞ്ഞു തീർന്നില്ല. വണ്ടിപ്പിരിയാർ എത്തുന്നതിന് തൊട്ട് മുമ്പിൽ വണ്ടി തടഞ്ഞു. സമരക്കാർ പറഞ്ഞു ഒന്ന് സഹകരിക്കണം, കുറച്ചു നേരം വണ്ടി ഒന്ന് നിർത്തിയിടണമെന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. വണ്ടി നടുക്ക് തന്നെ നിർത്തിയിട്ടു. ഞങ്ങൾ വെളിയിലിറങ്ങി സമരക്കാരുടെ കൂടെയൊക്കെ കുറച്ചു നേരം നിന്നു. അപ്പോഴത്തേക്കും അവർ വണ്ടികൾ കടത്തിവിടാൻ തുടങ്ങി. അവിടെ നിന്ന് വണ്ടി എടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്നത് എവിടെന്നേലും ഒരു ചായ കുടിക്കണം. പിന്നെ ചായക്കടയ്ക്കുള്ള നോട്ടമായി. അങ്ങനെ വണ്ടിപ്പെരിയാർ ടൗൺ എത്തിയപ്പോഴത്തേക്കും ഒരു ചായക്കട കണ്ടു. അപ്പോൾ തന്നെ വണ്ടി ഒതുക്കി കടയിലേക്ക് നടന്നു. എന്തായാലും ചായയും കടികളൊക്കെ ഉണ്ട്. ചൂട് കടികളാണെങ്കിൽ ഈ ചേട്ടൻ ഇവിടെ ഇട്ടുകൊണ്ട് നിൽപ്പുണ്ട്. പക്ഷെ പണിമുടക്ക് ആയതുകൊണ്ട് തന്നെ കടയിൽ നല്ല തിരക്കും. ഞങ്ങൾ ഒരു വിധത്തിൽ അകത്ത് കയറി 2 കടിയൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. കടിയും കഴിച്ച് ചായയും കുടിച്ചതിന് ശേഷം വണ്ടിയിലേക്ക് കയറി. വണ്ടിപ്പെരിയാറിൽ നിന്ന് നേരെ വണ്ടി എടുത്തു. ഇനിയിപ്പോൾ കുമളിയിൽ കൊണ്ട് നിർത്താമെന്നുള്ള പ്ലാനാണ്. കുമളി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് സമരക്കാർ വീണ്ടും വണ്ടി തടഞ്ഞു. എന്നാൽ പിന്നെ അവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തേക്കാന്ന് നോക്കും. എത്രാമത്തെ തടച്ചില്ല ഇന്ന്? 4. അങ്ങനെ അവിടെ നിന്ന് വണ്ടി വിട്ടു. എന്തായാലും കുമളി എത്തിയപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഇനി നേരെ കമ്പം പോകാമെന്ന്. കുറെ നാളായി കമ്പത്തിന് പോയിട്ടെന്ന്. പറഞ്ഞു തീർന്നില്ല. കേരള തമിഴ്നാട് ബോർഡർ എത്തിയപ്പോഴത്തേക്കും അവർ പിന്നെയും വണ്ടി തടഞ്ഞു. എന്തായാലും കൊള്ളാം. ഇപ്പൊ തന്നെ എത്ര തവണ തടഞ്ഞു എന്തോ. അധിക നേരം അവിടെ നിൽക്കേണ്ട വന്നില്ല. അവർ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി എടുത്തു. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയായിട്ട് വരുന്ന കുമളിയിൽ നിന്ന് ഞങ്ങൾ നേരെ തമിഴ്നാട്ടിലേക്ക് കയറി. 2 ചെക്ക് പോസ്റ്റും കടന്നു. എന്തായാലും വലിയ തിരക്കൊന്നുമില്ല. തമിഴ്നാട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അവരുടെ സർക്കാരിന്റെ ധാരാളം ബസ്സുകൾ ഓടുന്നുണ്ട്. ഇവിടെ പണിമുടക്കൊന്നും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. തമിഴ്നാട് தமிழ்ல பேசணும். சுமேஷ் அண்ணா எங்கடா? எப்படி இருக்க? ഉടമ്പ് ശരിയല്ലെന്ന് சொல்ல. അങ്ങനെ തമിഴ്നാടിന്റെ റോഡ് സൈഡിൽ കുറച്ചു നേരം ഇറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും വണ്ടിയിലേക്ക് കയറി. അങ്ങനെ തമിഴ്നാടെത്തി. ഇനി ഇവിടെ നിന്ന് എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു സുരളി വെള്ളച്ചാട്ടം ഉണ്ട്, അങ്ങോട്ട് പോകാമെന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. തമിഴ്നാട് കയറി കഴിഞ്ഞാൽ പിന്നെ ചൂടിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. തമിഴ്നാട്ടിലെ ചൂട് ആസ്വദിക്കാൻ പറ്റും നമുക്ക്. തമിഴ്നാട് ഓഫ് റോഡ് കൊണ്ട് പോകണം. ഓഫ് റോഡ് വണ്ടിയുടെ വൈശാഖം ടയർ തേഞ്ഞ് തീരുന്നു. അങ്ങനെ സുരളി വെള്ളച്ചാട്ടത്തിലോട്ട് പോകാൻ വേണ്ടി ലൊക്കേഷൻ ഇട്ടു. ഏതോ ഗ്രാമത്തിന്റെ അകത്തൂടെയൊക്കെ വണ്ടി കയറാൻ തുടങ്ങി. വണ്ടി പോവുമോ എന്തോ. ഇനിയിപ്പം തമിഴ്നാട്ടിലെ കുറിച്ച് ഗ്രാമക്കാഴ്ചകളാകാം. അങ്ങനെ ഗൂഗിൾ മാപ്പ് പറയുന്ന വഴി വെച്ച് ഞങ്ങൾ എവിടെയൊക്കെ എത്തുന്നുണ്ട്. എന്തായാലും പോകുന്ന വഴിയിലെ കാഴ്ചകൾ അടിപൊളി തന്നെയാണ്. കുറച്ചുകൂടെ മുൻപോട്ട് ചെന്നപ്പോൾ ഞങ്ങൾ ഒരു സൈഡിലോട്ട് വണ്ടി ഒതുക്കി. എന്താണെന്ന് ചോദിച്ചാൽ ഈ കാഴ്ചകളൊക്കെ ഒന്ന് നിന്ന് കണ്ടിട്ട് പോകാൻ ഓർത്തു. ചുറ്റിനും പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടം തന്നെ. എന്തായാലും നല്ല അടിപൊളി കാഴ്ച. അതിന്റെ നടുക്കായിട്ട് ഒരു അമ്പലവും സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്തായാലും ആ കാഴ്ചകളൊക്കെ അവിടെ നിന്ന് കണ്ടു. അപ്പോഴത്തേക്കും ഇച്ചാപ്പൻ വണ്ടിയുമായിട്ട് വന്നു. എല്ലാവരും വണ്ടിയിലേക്ക് കയറി. അങ്ങനെ മാപ്പ് കാണിച്ച വഴിയിലൂടെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങളിതേ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തി. വണ്ടി അകത്തോട്ട് കയറുന്നതിന് 20 രൂപ പാസ് ഇവിടെ നൽകണം. അങ്ങനെ 20 രൂപ പാസും കൊടുത്ത് വണ്ടി നേരെ മുന്നോട്ടെടുത്തു. പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് മുന്നിൽ കണ്ടൊരു ചായക്കടയിലേക്ക് നടന്നു. ചായ എടുക്കാ? 2, 4, 6, 5. അങ്ങനെ ചായ എത്തി. വണ്ടിപ്പെരിയാറിൽ നിന്നൊരു ചായ കുടിച്ചതാണ്. ഇനിയിപ്പം അടുത്ത ചായ ഇതേ ഇവിടുന്നു. എന്തായാലും ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നേരെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി അകത്തേക്ക് കയറി. ഇവിടെ നിന്ന് 30 രൂപ ഒരാൾക്ക് പാസ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. ക്യാമറ കണ്ടപ്പോഴത്തേക്കും അതിന് 300 രൂപ ചാർജ് ഈടാക്കണമെന്ന്. പിന്നെ ക്യാമറ നമ്മൾ അവിടെ വെച്ചു. പിന്നെ ചെറിയ ഷോട്ടുകളെല്ലാം ഫോണിൽ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാന്ന് വെച്ചു. അത്യാവശ്യം നടക്കാൻ തന്നെയുണ്ട് ഈ വെള്ളച്ചാട്ടത്തിലോട്ട്. എന്തായാലും കുറെ കഴിഞ്ഞപ്പോൾ സ്റ്റെപ്പ് കയറി. ഇതും കയറി ചെന്ന് മോളിലെ വെള്ളച്ചാട്ടം കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായത്. നമ്മുടെ നാട്ടിൽ ഇതിലും നല്ല അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. എന്തായാലും കണ്ടത് കണ്ടു. അങ്ങനെ അവിടുന്ന് നേരെ തിരിച്ചിറങ്ങി. അധികം നേരം നിൽക്കാനൊന്നും തോന്നിയില്ല. വെള്ളച്ചാട്ടം കാണാനുള്ള കൊതിയല്ല എല്ലാവർക്കും കഴിഞ്ഞു. അവിടുന്ന് നേരെ വണ്ടി കയറി. അപ്പോഴത്തേക്കുമാണ് പോകുന്ന വഴിക്ക് ഏതെങ്കിലും മുന്തിരിപ്പാടം കാണും, അവിടെ കയറി കുറച്ച് മുന്തിരിയൊക്കെ വാങ്ങാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കും ഒരു മുന്തിരിപ്പാടം കണ്ടു. എല്ലാവരും അങ്ങോട്ടേക്ക് കയറി.
അങ്ങനെ മുന്തിരിപ്പാടമൊക്കെ ഒന്ന് കറങ്ങി നടന്നു. അതിനുശേഷം ആവശ്യത്തിനുള്ള മുന്തിരിയൊക്കെ വാങ്ങി അങ്ങനെ തിരിച്ച് വണ്ടിയിലേക്ക് കയറി. എന്തായാലും സമയം ഒരുപാട് വൈകി, എല്ലാവർക്കും വിശക്കാനും തുടങ്ങി. നേരെ കമ്പത്തിന് വിട്ടു. കമ്പത്തുള്ള തമ്പീസ് ഹോട്ടലെത്തി. അന്ന് അവിടെ കയറി ഫുഡ് കഴിച്ചിട്ടാകാം ബാക്കി പരിപാടി എന്ന് വെച്ചു. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. എന്തായാലും പൊറോട്ടയും ചിക്കനും കൊത്തുപൊറോട്ടയും ചിക്കൻ ബിരിയാണിയും അങ്ങനെ കുറേ സാധനം അങ്ങ് ഓർഡർ ചെയ്തു. ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ഫുഡടി തുടങ്ങി. അങ്ങനെ ഫുഡടി എല്ലാം കഴിഞ്ഞു, എല്ലാവർക്കും വയറ് നിറഞ്ഞു. ഇനിയിപ്പോൾ പുറത്തോട്ടിറങ്ങി. എന്തായാലും കേരളത്തിനെ അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ പണിമുടക്കില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. വഴിയിലൊരു തടച്ചിലും ഇല്ല, ഒരു സമരക്കാരും ഇല്ല. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക കടകളും തുറന്ന് പ്രവർത്തിക്കുന്നുമുണ്ട്. വഴിയോര കച്ചവടക്കാരും ഇഷ്ടം പോലെ. അങ്ങനെ ഞങ്ങൾ വഴിയരികിൽ ഒരു കട കണ്ടപ്പോൾ നിർത്തി. ഇവിടെ നിന്ന് ഓരോ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായക്ക് ഓർഡർ പറഞ്ഞു. അപ്പോഴത്തേക്കും നല്ല മാങ്ങ അക്ക ഞങ്ങൾക്ക് സാമ്പിൾ ചെയ്യാൻ വേണ്ടി തന്നു. മാങ്ങ കഴിച്ചു, അടിപൊളി മാങ്ങ. ഞാൻ എന്തായാലും കുറച്ച് മാങ്ങ വീട്ടിലേക്ക് വാങ്ങി. അങ്ങനെ നമുക്കുള്ള ചായ എത്തി. അവിടെ നിന്ന് ചായ കുടിക്കാൻ തുടങ്ങി. കുറേ നേരം ആ റോഡ് സൈഡിൽ അങ്ങനെ നിന്നു. അതിനുശേഷം വാങ്ങിയ മാങ്ങായും വണ്ടിയിലെടുത്ത് വെച്ചിട്ട് നേരെ വണ്ടി എടുത്തു. ഇനിയിപ്പം നേരെ വീട്ടിലോട്ട്.